Guys, hello guys. I am not doing a reaction video. പരാതിയിൽ കൊടുത്തിട്ടുണ്ട്. ഷഫീന ബീവി എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോയിൽ ദയാ സുജിത്ത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ധരിച്ച വസ്ത്രത്തെ ആസ്പദമാക്കി അത്യന്തം അപമാനകരവും എന്റെ പൊന്നുമകളെ 2019 സമയത്ത് ഇവളുടെ ന്യൂഡിറ്റി ഉൾപ്പെടെയുള്ള സാധനങ്ങള് ഇവള് പല ആളുകൾക്കും അയച്ചു കൊടുത്തത് ഒരുപാട് ഇടങ്ങളിൽ പബ്ലിഷ് ആയിട്ടുണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ദയാ സുജിത്ത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോണ്ടന്റ് ആണ്. ഈ ഒരു വിഷയം നമ്മൾ നിരന്തരം സംസാരിക്കേണ്ട ഒരു വിഷയമാണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിലെ കമന്റ് ബോക്സ് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും മനസ്സിലായി. കാര്യം എന്ന് വെച്ചാൽ ഷെഫീന ബീവിയുടെ ആ ഒരൊറ്റ വീഡിയോ അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ പേടിക്കേണ്ടത് ഇവരെ സപ്പോർട്ട് ചെയ്തിടുന്ന കമന്റ്സിനെയാണ്. കാര്യം ഇതിനകത്തും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ തന്നെയാണെങ്കിൽ പലരും ഷെഫീന ബീവി പറഞ്ഞതിനോട് യോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് കുറെ എണ്ണങ്ങളുടെ കമന്റ്സ് ഞാൻ കണ്ടിരുന്നു. ഇത് കാണുമ്പോഴത്തേക്കും ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഇതുപോലെ കുറെ പുഴുക്കുത്തുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് ആലോചിക്കുമ്പോഴാണ് ഇങ്ങനെ എന്തൊരു കഷ്ടമാണെന്നുള്ളത് ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ശിലായുഗത്തിൽ ജീവിക്കേണ്ടത് നിങ്ങൾ ഇപ്പൊ വന്ന് ഇവിടെ 2026 വന്ന് ജീവിക്കുക നിങ്ങൾക്ക് പറ്റിയൊരു സ്ഥലമല്ല 2026 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇവറ്റകൾ മനസ്സിലാക്കേണ്ടത് 2026 എത്തി എന്നുള്ളത് ഇവറ്റകൾ മനസ്സിലാക്കണം. അതില്ല എന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോക്കകത്ത് പലരും പറഞ്ഞേക്കുന്ന ഒരു സംഭവമാണ്, എടാ ഇത് നിന്റെ പെങ്ങളാണെങ്കിൽ നീ ഇങ്ങനെ സമ്മതിക്കുമോ, നിന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളാണെങ്കിൽ നീ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ സമ്മതിക്കുമോ, നിന്നെ അനുവാദം കൊടുക്കുമോ എന്നുള്ള കുറെ കമന്റ്സ് ഞാൻ കണ്ടിരുന്നേ. നിങ്ങൾക്ക് ഇത്രയ്ക്ക് ബുദ്ധിയും വിവരമില്ല. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോദ്യം എങ്ങനെ ചോദിക്കാൻ തോന്നുന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല, അവർക്ക് വീട്ടിലുള്ള ആൾക്കാർക്ക് അത്തരത്തിൽ വല്ല ഡ്രസ്സോ ഏതെങ്കിലും ഇടണമെന്നുണ്ടെങ്കിൽ ഇതിനാണ് എൻ്റെ അനുവാദം എന്തിനാണ്? എൻ്റെ അനുവാദം വേണോ അവർക്ക് ഏതെങ്കിലും ഡ്രസ്സ് ഇടാൻ? ഞാൻ എൻ്റെ ഈ ഡ്രസ്സ് ഇടുന്നത്, എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുന്നത് ഞാൻ ഒരാളുടെ അനുവാദം വാങ്ങിച്ചിട്ടല്ല. എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ്, എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. അല്ലാതെ അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവരിടുക. അവരെന്തിനാണ് എൻ്റെ അടുത്ത് അനുവാദം വന്ന് ചോദിക്കേണ്ട കാര്യം എന്താണ്? അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ്. ഇത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് നിനക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ തലച്ചോറ് ഊരി വേറെ പലയിടത്തും കഴുകാൻ കൊടുക്കും നീയൊക്കെ. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ലാസ്റ്റ് ഇട്ടേക്കുന്ന വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നു, ഒരു പെൺകുട്ടി വന്നിട്ട് എനിക്ക് ഇതുപോലെ ഒരു കമന്റ് ഇട്ടേക്കാണ്, ഞാൻ രേണുസുതി അൻസികയുടെ വിഷയത്തിലൊക്കെ എന്താ പറഞ്ഞത്, ഇപ്പം നീ ഇത് എന്തോ മാറ്റി പറയുന്നത്, അങ്ങനെ ഒരു വർത്താനേ. ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വീണ്ടും ആവർത്തിച്ച് പറയാണ്, ഞാൻ ഒരു വീഡിയോയിൽ ഇത്തരത്തിൽ ഒരാൾ ചെയ്യുന്ന ഒരാളുടെ സബ്സ്ക്രിപ്ഷനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് തെറ്റാണ്, ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കാണിച്ചു കഴിഞ്ഞാൽ ആ പറയുന്ന ആൾക്ക് ഞാൻ 1 ലക്ഷം രൂപ ഞാൻ വെറുതെ കൊടുക്കും. ഓക്കെ, ഞാൻ ചെയ്യാത്ത കാര്യമാണ് വന്ന് പറയുന്നത്. ഞാനിവിടെ ഫണ്ണി ആയിട്ട് അവരെ ഒരു റോസ്റ്റിംഗ് ആ ഒരു രീതിയിൽ വിഷയങ്ങൾ പ്രസന്റ് ചെയ്ത് പോയിട്ടുണ്ട്. കാര്യം ഞാൻ ഒരു റിയാക്ഷൻ ബ്ലോഗറാണ്. പബ്ലിക്കിൽ വരുന്ന ചർച്ചയാക്കപ്പെടുന്ന ഇത്തരം വിഷയങ്ങൾ നമുക്ക് കണ്ടന്റ് ആണ്, നമ്മൾ കണ്ടന്റ് ആക്കുന്നു, റിയാക്ട് ചെയ്യുന്നു. അതിനപ്പുറത്തോട്ട് നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല, തെറ്റാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ എനിക്ക് ഞാൻ തരും. ഇനി ആ പറഞ്ഞവള് അതിനുശേഷം എനിക്കൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റ് ബോക്സ് നിരന്തരം നല്ല വർത്താനങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അവൾ ആദ്യം എനിക്കൊരു വർത്താനം പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് തിരിച്ചു പറഞ്ഞത്. അവസാനം കുറച്ച് സാധനങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഈ സെയിം കാര്യം അവളുടെ അടുത്തും പറഞ്ഞു, നീ പോയിട്ട് ഞാൻ അങ്ങനെ കാണിച്ചിരുന്ന ഒരു വീഡിയോ ഉണ്ടെങ്കിൽ നീ എടുത്ത് കാണിക്കാന്ന് പറഞ്ഞാൽ അവൾ പോയി ചെക്ക് ചെയ്തിട്ട് വന്നിട്ട് ലാസ്റ്റ് അവൾ ഇട്ടേക്കുന്ന ഒരു കമന്റ് ഉണ്ട്. അവളുടെ പ്രൊഫൈലോ കാര്യങ്ങളൊന്നും ഞാൻ ഇങ്ങോട്ട് വെക്കുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ പൊക്കോട്ടെ. തെറ്റിദ്ധരിച്ച് പറഞ്ഞതാ എന്ന് പറഞ്ഞിട്ട് ഇവൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു വർത്താനം ഉണ്ട്. അത് എടുത്ത് പറഞ്ഞിട്ട് എന്ന് സോറി ഫോർ ദാറ്റ്, അബദ്ധം എല്ലാവർക്കും പറ്റുന്നല്ലോ, നിങ്ങളപ്പോൾ മറ്റുള്ള സദാചാര റിയാക്ഷൻ ചാനൽ പോലെ ആണെന്ന് വിചാരിച്ചേ, ഇപ്പോൾ അല്ലാന്ന് മനസ്സിലായി, അതുകൊണ്ട് വീഡിയോ കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ടേക്കുന്ന കമന്റ് ആണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടായിരുന്നു വെച്ചാൽ, ഈ സദാചാര പ്രോമാക്സ് കുലസ്ത്രീ കുലപുരുഷൻ വൈബ് അടിക്കുന്ന ഏതെങ്കിലുമൊക്കെ ചാനൽസ് തന്ത വൈബും തള്ള വൈബ് അടിക്കുന്ന അല്ലെങ്കിൽ അമ്മുമ്മ വൈബും ചിലായുഗ വൈബ് അടിക്കുന്ന ആരെങ്കിലും ഒക്കെ കാണുമായിരിക്കും. അത് വെച്ചിട്ട് നമ്മളെ കമ്പാരിസൺ ചെയ്യരുത്. ഓക്കെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. അങ്ങനെ പറയുന്ന ആൾക്കാരുടെ അടുത്ത് പോയി നിങ്ങൾ പറയാം. എന്താണെങ്കിലും അവർക്ക് പോയി നോക്കിയിട്ട് അവർക്ക് കാര്യം എന്താണെങ്കിലും മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ആണെങ്കിലും അവളുടെ സംശയം എന്താണെങ്കിലും തീർന്നിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് വേറൊരു ലേഡി ഇട്ടേക്കുന്ന ഒരു കമന്റ് ആണ്, ലളിത ഷെറിൻ വയനാട് എന്ന് പറഞ്ഞൊരു പ്രൊഫൈലിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. മോൻ ചെറുതല്ല, കാരണം തനിക്കൊക്കെ വായിൽ വെള്ളം ഇറക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഫോട്ടോസും വീഡിയോസും കാണുമ്പോൾ തനിക്കൊരു ആനന്ദം കിട്ടുമെങ്കിൽ ശരിയാണ് മോനെ. വസ്ത്രധാരണത്തെ പറ്റി പറയാൻ പാടില്ല, കാരണം അതൊക്കെ അടച്ചു വെച്ചാൽ നിനക്കൊന്നും കാണാൻ പറ്റുകയില്ല. അത് സത്യമാണ്. ഇനി അവൾ ഇടുമ്പോൾ ഒരു കാലഘട്ടം വരട്ടെ, തനിക്കൊക്കെ ആനന്ദമായി ഈ ലോകത്ത് ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ പ്രൊഫൈൽ പിക്ചറോടെ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. ഇതെല്ലാവരും കാണണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ പെണ്ണുമ്പിള്ളയുടെ വീട്ടിലിരിക്കുന്ന ഭർത്താവ്, പെണ്ണുമ്പിള്ളയ്ക്ക് മകനുണ്ടെങ്കിൽ മകൻ, ഈ പെണ്ണുമ്പിള്ളയ്ക്ക് അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ, ഈ ആൾക്കാരൊക്കെ എങ്ങനെയാണ് ഒരു പെണ്ണിനെ പുറത്തോട്ട് കാണുമ്പോഴത്തേക്കിനും ഒരു ഇത്ര ഡ്രസ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, മറ്റേ ഇല്ല പച്ചക്കുതിര സിനിമയ്ക്കകത്ത് ഫുഡ് എന്ന് പറയുന്നതല്ലേ, പെണ്ണ്
എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ടീംസ് ആയിരിക്കും ഇവരുടെ അച്ഛനും ഭർത്താവും മക്കളും ഒക്കെ ഇങ്ങനെ നടക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും മക്കളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ഡ്രസ്സ് ഇട്ട് ആരെങ്കിലും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ആ ഡ്രസ്സിന്റെ പ്രശ്നമാണ്, അവളുടെ പ്രശ്നമാണ്, അതുകൊണ്ട് നിങ്ങൾ കയറിയിട്ട് അവളെ കയറിയിട്ട് റേപ്പ് ചെയ്തോളൂ, ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ലേ. അപ്പൊ ഇവരുടെ വീട്ടിൽ ഇവരുടെ ഡ്രസ്സ് ഒന്ന് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് മാറിപ്പോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ഭർത്താവ് ഇവരുടെ മക്കളായിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ അച്ഛനായിരിക്കാം, ഭർത്താവിന്റെ കാര്യം വിട്ടേക്ക്, ഇവരുടെ ആരെങ്കിലും വന്നിട്ടാണെങ്കിൽ എൻ്റെ മോള് പെണ്ണ് പെണ്ണ്, അല്ലെങ്കിൽ ഇവരുടെ മോൻ വന്നിട്ട് എൻ്റെ അമ്മ പെണ്ണ് പെണ്ണ് എന്ന് പറഞ്ഞിട്ട് നിൽക്കും ഇവര്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മക്കളുടെ അടുത്തും അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ഒരു കാര്യം എന്താണ്, ഇത്തരത്തിലൊരു വസ്ത്രം ധരിച്ചൊരാൾ വന്നു കഴിഞ്ഞാൽ അതിനെ മാന്യമായിട്ടുള്ള രീതിയിൽ നോക്കാൻ ആദ്യം പഠിക്കണം. ഓക്കെ, എടീ ഈ പറഞ്ഞ് വെള്ളവർക്കം, എടേ സൗന്ദര്യം എന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ളതാണ്. സൗന്ദര്യം ആസ്വദിക്കുന്നതും കണ്ട് വെള്ളവർക്കുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഈ വെള്ളവർക്കം എന്ന് പറഞ്ഞാൽ ഞരമ്പത്തരമാണ്, പച്ചയ്ക്ക് ഞരമ്പത്തരമാണ്. ഓക്കെ, ഇവരുടെ പ്രൊഫൈൽ എന്തിനാ ഇങ്ങോട്ട് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ഒന്നും പ്രൊഫൈൽ പിക്ചർ ഒന്നും ഇല്ല, അതുകൊണ്ടാണ് ഇത് ഇങ്ങോട്ട് എടുത്തു വെച്ചത്. അങ്ങനെ കുറച്ച് ടീംസ് ഉണ്ട്. ഇനി അത് എല്ലാണത്തിനും എടുത്തു വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒരു 1.5 മണിക്കൂറോളം നീണ്ടുപോകും. പറഞ്ഞേക്കുന്ന കാര്യം കിട്ടില്ല, വെള്ളം ഓർക്കാനാണെന്ന് പോലും. ഇതിൻ്റെയൊക്കെ ചിന്താഗതി ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഇത് കഴിഞ്ഞിട്ട് ദിയാസനയൊക്കെ ആണെങ്കിൽ ദയാസുജിത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. അതിനകത്ത് ദയാസുജിത്ത് ഇട്ടേക്കുന്ന ഒരു കമന്റ് ഉണ്ടായിരുന്നു, ഷീ ഈസ് ജെലസ് ഓഫ് മൈ ഹോട്ട് ബോഡി. ശരിയാണ്, അവർക്ക് ജലസാണ്, അത് തന്നെയാണ് അല്ലേ. എടി ഇതൊക്കെ കാലഘട്ടം മാറിയത് അറിയാൻ പറ്റാത്ത കുറെ വിവരക്കേടുകൾ ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അല്ല ഈ ഐശ്വര്യ റായി മിസ് ഇന്ത്യ മിസ് വേൾഡും അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അയക്കുന്ന സമയത്തേക്ക് ഇവര് ഈ പറയുന്ന പർദ്ദ ഇട്ടിട്ടല്ലല്ലോ ഇത് ആയത്. അപ്പൊ ആ സമയത്തേക്ക് ഇവര് പറയുക വന്നിട്ട്, അയ്യോ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളത്തില്ല ഇവരൊക്കെ, ഇവരുടെ വസ്ത്രം കണ്ടില്ലേ, എന്തുവാ ഇത്, പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യ് എന്ന് പറഞ്ഞു കൊടുക്കുവോ? ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞാണ്, ഒരു സ്ത്രീ ഇപ്പൊ വ്യവസ്ഥയായിട്ട് നമ്മുടെ മുന്നിൽ ഒരു ആണിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവളുടെ നിസ്സഹായാവസ്ഥ കൊണ്ടോ അല്ലെങ്കിൽ അവളുടെ സാഹചര്യം കൊണ്ടും ഒക്കെ തന്നെയായിരിക്കും അവൾക്ക് വസ്ത്രം മാറി. ഇപ്പോൾ ഒരു ആക്സിഡന്റ് എല്ലാം പറ്റിയിട്ട് ഡ്രസ്സ് കീറിപ്പോയത്, അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്കിന് നമുക്ക് 2 കാര്യങ്ങൾ അവിടെ ചെയ്യാം. അവളുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയിട്ട് അവളെ സഹായിക്കാം. 2, അവളുടെ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് മിസ്യൂസ് ചെയ്യാം. ഓക്കെ, ഈ 2 കാര്യങ്ങളിൽ ഏത് ചെയ്യുന്നു എന്നുള്ളത് അവന്റെ പൈതൃകം എന്ന് പറയുന്നൊരു സാധനത്തെ മാനിച്ചായിരിക്കും ഇരിക്കുക. ഓക്കെ, അതില്ലാത്തവനാണെങ്കിൽ പോയി മിസ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഒന്നിലധികം ഉള്ളവനാണെങ്കിൽ പോയി മിസ്യൂസ് ചെയ്യും, അല്ലാത്തവനാണെങ്കിൽ അതിനനുസരിച്ച് മര്യാദയ്ക്ക് കാര്യങ്ങൾ നോക്കും. ഓക്കെ, കൃത്യമായിട്ട് വീട്ടിൽ നിന്ന് വളർത്തേണ്ടുന്നവരെ വളർത്തേണ്ട രീതിയിൽ വളർത്തി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്തോട്ടൊരു പെണ്ണിന്റെ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുമ്പോഴത്തേക്കിന് ഒലിപ്പിച്ചുകൊണ്ട് ഇറങ്ങുന്ന കുറെ എണ്ണങ്ങൾ കാണും, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ദയാസുജിത്ത് 2-3 സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗെസ് സമ്മൺ ഈസ് ഒബ്സസ്ഡ് വിത്ത് മീ, ഒരു ചക്കറുമ ഫോർ ദാറ്റ് ജീവി എന്ന് പറഞ്ഞാൽ ഷെഫീന ബീവി എന്നുള്ള ബീവി മാറ്റി ജീവി എന്നാക്കിയിട്ട്. ആൻഡ് ബിഗ് താങ്ക്സ് ടു മൈ ലവ്ലി പീപ്പിൾ ഫോർ ബീയിങ് വിത്ത് മീ, ജസ്റ്റ് ഫോർ യു മൈ പീപ്പിൾ, ഐ വിൽ ബി പോസ്റ്റിംഗ് സംതിങ്. ആണെങ്കിലും പുറകെ ഒരു വീഡിയോ ഇടുക എന്നുള്ള കാര്യം പറഞ്ഞത് നിലവിലെ ഒരു സ്റ്റോറിക്കകത്തൊരു സാധനം പറഞ്ഞത് നമുക്ക് അതൊന്ന് കേൾക്കാം. Hello guys, I am not doing a reaction video. എന്നാണെങ്കിൽ ഒന്നുമില്ല, ഒരു ഉമ്മ മാത്രമേ തരാണെന്ന് പറഞ്ഞ ചക്കര ഉമ്മ. ഈ ചക്കര ഉമ്മ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, പൊന്നു മോളെ ഒരുക്കി എന്തോ വെച്ചിട്ടുണ്ട്. ഒരു ദയാസുജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിനെ മാത്രമായിട്ട് നിങ്ങളിവിടെ ആരും കാണണ്ട. ദയാസുജിത്തിനെ പോലെയുള്ള നിങ്ങളും ഞാൻ ഉൾപ്പെടുന്ന ഈ ഒരു സമൂഹത്തിൽ ഒരാളുടെ വസ്ത്രദാനത്തിൽ ഒരാൾ പോയിട്ട് അത് ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ് എന്നൊക്കെ പറയേണ്ട, അതിവിടെ ഒരാൾക്ക് ഒരു റൈറ്റും ഇല്ല. ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നുണ്ടോ ഒരാൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടോ? നിയമത്തിന് മുകളിൽ നിൽക്കുന്ന ഈ ടീംസ് ആരാണെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, അങ്ങനെ പറയുന്ന രാജ്യങ്ങൾ ഉണ്ടായിരിക്കും, ആ രാജ്യത്തോട്ട് വിട്ടു. ഇവിടെ അത് വേണ്ട, ഇത് ഇന്ത്യയാണ്. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് എന്താണെങ്കിലും ഷെഫീന ബീവിയുടെ ആ ഒരു വീഡിയോക്കെതിരെ ആണെങ്കിൽ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ ഉണ്ണി ബ്ലോഗ്സ് പുള്ളിയുടെ ചാനലിൽ കൂടെ ആണ് ഈ ഒരു കാര്യം അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാ ആളുകളും ഇത്തരത്തിൽ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഒരു വലിയൊരു കംപ്ലൈൻസിൻ്റെ ഒരു ഫ്ലഡായിട്ട് അങ്ങോട്ടേക്ക് എത്തുമ്പോഴായിരിക്കും ഇതൊക്കെ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു റെസ്പോൺസ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക, സൈബർ സെല്ലിൽ നിന്നൊക്കെ ഉണ്ടാവുക എന്നുള്ളത് പറയുന്നുണ്ട്. ശരിയാണ്, 1-2 കേസൊക്കെ കൊടുത്തെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. നിരന്തരം എല്ലാ ദിവസവും എന്തോരം കേസുകൾ കാര്യങ്ങളൊക്കെ വരുന്നതാണെന്നുള്ള സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊരു സാമൂഹ്യ വിപത്താണ്. ഇത്തരത്തിലുള്ള മൈൻഡ് സെറ്റുമായിട്ട് നടക്കുന്ന ആളുകൾ ഇത് ഷെഫീന ബീവിനെ മാത്രം പറയുന്ന സംഭവമല്ല, ഇത് നമ്മുടെ ഇവരെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടുന്ന അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടുന്ന എല്ലാ ആൾക്കാരെയും കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവർ കംപ്ലൈന്റ് കൊടുത്തേക്കുന്ന ആ ഒരു സംഭവത്തെ പറ്റിയിട്ട് നമുക്ക് കേൾക്കാം. പരാതിയിൽ കൊടുത്തിട്ടുണ്ട്. ഷഫീന ബീവി എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോയിൽ ദയാ സുജിത്ത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ധരിച്ച വസ്ത്രത്തെ ആസ്പദമാക്കി അത്യന്തം അപമാനകരവും ലൈംഗിക സ്വഭാവമുള്ളതുമായ പരാമർശങ്ങൾ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഈ വീഡിയോയിൽ നടത്തിയതായി കാണുന്ന പ്രധാന പരാമർശങ്ങൾ താഴെ പറയുന്നവയാണ്. 1.
സ്ത്രീയുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ ലൈംഗികവൽക്കരിക്കൽ. ഒരു സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കുന്നത് പുരുഷന്മാർക്ക് തന്റെ ശരീരത്തിലേക്ക് ക്ഷണം നൽകുന്നതാണെന്നും അത് ഫാഷൻ അല്ലെന്നും വ്യഭിചാരമാണെന്നും ഷെഫീന ബീവി പ്രസ്താവിക്കുന്നു. ഒരു വ്യക്തിയുടെ വസ്ത്രധാരണത്തെ അവരുടെ ലൈംഗിക സ്വഭാവവുമായി ബന്ധിപ്പിക്കുകയും അവരുടെ സ്വഭാവത്തെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് നടത്തിയത്. 2. ലൈംഗിക അതിക്രമത്തെ ന്യായീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രസ്താവനകൾ. വീഡിയോയിൽ വിവസ്ത്രയായി റോഡിൽ നിൽക്കൂ, പുരുഷന്മാർ വന്ന് കയറി പിടിക്കട്ടെ, ബസ്സിൽ കയറി നിൽക്കൂ, പുരുഷന്മാർ നിന്നെ തടവട്ടെ, നിന്റെ ശരീരഭാഗങ്ങൾ പുരുഷന്മാർ ഞെക്കട്ടെ, പുരുഷന്മാർ നിന്റെ ശരീരം സ്പർശിക്കാനും നോക്കാനും വേണ്ടിയാണ് നീ ഇത്തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് എന്ന പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഇത്തരം പ്രസ്താവനകൾ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമത്തെ സാധാരണവൽക്കരിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ളവയാണ്. 3. സ്ത്രീയെ ലൈംഗികമായി അപമാനിക്കുകയും സ്വഭാവഹത്യ നടത്തുകയും ചെയ്തത്. ഷെഫീന ബീവി പറയുന്നത് ദയാ സുജിത്തിന് കാമപ്രാന്താണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ, അവരുടെ ശരീരഭാഗങ്ങളെക്കുറിച്ച് അശ്ലീലവും ഡബിൾ മീനിംഗ് ഉള്ളതുമായ പരാമർശങ്ങൾ, അവർ പുരുഷന്മാരെ തന്റെ ശരീരം ലൈംഗികമായി ഉപയോഗിക്കാൻ ക്ഷണിക്കുകയാണെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നടത്തി. ഇത് ഒരു സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്നതും ലൈംഗികമായി അധിക്ഷേപിക്കുന്നതുമാണ്. 4. മാതാവിനെ ഉൾപ്പെടുത്തി ലൈംഗിക അധിക്ഷേപം നടത്തിയത്. മക്കളെ മര്യാദ പഠിപ്പിക്കണമെന്ന് പറയുകയും അമ്മ മകളെ തെറ്റായ ലൈംഗിക സ്വാതന്ത്ര്യം പഠിപ്പിക്കുകയാണെന്ന തരത്തിൽ ആരോപിക്കുകയും ദയയുടെ അച്ഛനെയും അമ്മയും ലൈംഗിക പരാമർശങ്ങളിലേക്ക് വലിച്ചിഴക്കുകയും അച്ഛന്റെ മുൻപിൽ ചെന്ന് തുണി അഴിച്ചു നിൽക്കാൻ ആവശ്യപ്പെടുന്നു. അച്ഛന് മകളുടെ ശരീരം കാണുമ്പോൾ എന്ത് തോന്നുമെന്നറിയാൻ. ഇത് കുടുംബാംഗങ്ങളുടെ മാന്യതയെ അപമാനിക്കുന്നതാണ്. 5. അക്രമത്തിന് ആഹ്വാനം ചെയ്ത പ്രസ്താവനകൾ. വീഡിയോയിൽ ഇത്തരം സ്ത്രീകളെ നടുറോഡിൽ കൊണ്ടുചെന്ന് തുണിയില്ലാതെ നിർത്തണം, അതിന്റെ പേരിൽ നടക്കുന്ന ക്രൈം എന്തുതന്നെ ആയാലും അവൾ അത് അനുഭവിക്കണം, ദയയ്ക്ക് ജന്മം നൽകിയവരെ അടിക്കണം, ദയയെ തെരച്ചിവാലുകൊണ്ട് അടിക്കണം എന്ന പ്രസ്താവനകൾ നടത്തി. ഇത്തരം പ്രസ്താവനകൾ ഒരു വ്യക്തിക്കെതിരായ ശാരീരിക അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും ഭീഷണിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നവയുമാണ്. 6. മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ. ഷെഫീന ബീവി പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കുന്നതിനെ മാനസിക രോഗമെന്ന് വിശേഷിപ്പിക്കുകയും ആ വ്യക്തിക്ക് മരുന്ന് നൽകണമെന്ന് അവരുടെ മാതാവിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. യാതൊരു ക്ലിനിക്കൽ പരിശോധനയോ യോഗ്യതയുള്ള വിദഗ്ധ അഭിപ്രായമോ ഇല്ലാതെ ഒരു വ്യക്തിയെ മാനസിക രോഗിയെന്ന് ചിത്രീകരിക്കുന്നത് അപകീർത്തികരവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ്. 7. ബലാത്സംഗ ഇരയുടെ ചിത്രം ഉപയോഗിച്ചത്. വീഡിയോയിൽ ലൈംഗിക അതിക്രമത്തിനിരയായി മരണപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ചിത്രം ഉപയോഗിക്കുകയും അതുമായി ബന്ധപ്പെട്ട അനുചിതമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇവർ പറയുന്നത് ഇവരവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ മരണം നടക്കില്ലായിരുന്നു എന്നാണ്. ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് നേരെ തിരിച്ചാണ് പലതും. അൺഫോർച്ചുനേറ്റ്ലി ഇരയുടെ സ്വകാര്യതയും മരണാനന്തര മാന്യതയും സംരക്ഷിക്കുന്ന നിയമവ്യവസ്ഥകൾ പ്രകാരം ഈ വിഷയം പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. 8. ഡിവോഴ്സായ മാതാപിതാക്കളുടെ മക്കളെ അപമാനിക്കൽ. പ്രതി കുടുംബ പശ്ചാത്തലത്തെ അടിസ്ഥാനമാക്കി നിയമപരമായി വിവാഹമോചനം നേടിയ മാതാപിതാക്കളുടെ മക്കളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. 9. സ്വന്തം ഇഷ്ടത്തിന് വസ്ത്രം ധരിച്ച് വീഡിയോ ചെയ്യുന്നത് കാരണം ഒരു സ്ത്രീയെ അവരുടെ മക്കൾ ഭാവിയിൽ കൊലപ്പെടുത്തുമെന്ന് പറയുന്നു. സ്വന്തം മക്കൾ അവരുടെ അമ്മയെ ഭാവിയിൽ കൊലപ്പെടുത്തുമെന്ന് പറയുന്നതിലൂടെ കൊച്ചുകുട്ടികളുടെ മനസ്സിൽ സ്വന്തം അമ്മയെ തങ്ങൾ കൊലപ്പെടുത്തുമെന്ന ചിന്ത ജനിപ്പിക്കുകയും അത് കുഞ്ഞുങ്ങളുടെ മാനസിക ആരോഗ്യത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും. ബാധകമാകാൻ സാധ്യതയുള്ള നിയമവകുപ്പുകൾ പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മുകളിൽ വിവരിച്ച പ്രവർത്തികൾ താഴെ പറയുന്ന നിയമവ്യവസ്ഥകളുടെ പരിധിയിൽ വരുമോ എന്ന് അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഭാരതീയ ന്യായ സംഹിത BNS സെക്ഷൻ 79 സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്ന വാക്കുകൾ, പ്രവർത്തികൾ, ഡിഫമേഷൻ സംബന്ധിച്ച BNS വ്യവസ്ഥകൾ, വ്യക്തിയുടെ പ്രതിച്ഛായയെ ഹനിക്കുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ, ക്രിമിനൽ ഇന്റിമിഡേഷൻ ത്രെറ്റ് സംബന്ധിച്ച BNS വ്യവസ്ഥകൾ, ഭീഷണി സൃഷ്ടിക്കുന്ന പ്രസ്താവനകൾ, അബെറ്റ്മെന്റ് ഇൻസൈറ്റ്മെന്റ് സംബന്ധിച്ച ബാധകമായ വ്യവസ്ഥകൾ, അക്രമത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന പ്രസ്താവനകൾ, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരമുള്ള ബാധകമായ വ്യവസ്ഥകൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ അപമാനകരവും ഹാനികരവുമായ ഉള്ളടക്കം പ്രചരിപ്പിച്ചതിന് അന്വേഷണത്തിൽ ആവശ്യമായ മറ്റു വകുപ്പുകൾ കൂടി ചുമത്തണമെന്ന് അപേക്ഷിക്കുന്നു. എന്റെ അപേക്ഷ പ്രസ്തുത വീഡിയോയും സോഷ്യൽ മീഡിയ അക്കൗണ്ടും പരിശോധിക്കണം. വീഡിയോയിലെ പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടി സ്വീകരിക്കണം. ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കണം. ബാധിത വ്യക്തിയുടെ മാന്യതയും സുരക്ഷതയും സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. ഞാൻ ഇതിനകത്ത് എവിഡൻസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ വീഡിയോയുടെ ലിങ്ക്, ചാനൽ പ്രൊഫൈൽ നെയിം കൊടുത്തിട്ടുണ്ട്, റെലവന്റ് ടൈം സ്റ്റാമ്പ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കി എന്റെ പേഴ്സണൽ ഡീറ്റെയിൽസും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ കൂട്ടത്തിലെ ഈ കമന്റ് ഇടുന്ന ആൾക്കാർക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞതിനേക്കാൾ ഉപരി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കമന്റ് ഇടുന്ന ആൾക്കാരെ വേണം നമ്മൾ കൂടുതൽ പേടിക്കാനെ കൊണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവരൊക്കെ എന്ത് മൈൻഡ് സെറ്റാണ്. അപ്പം ഇവർ പറയുന്ന പ്രകാരം ഇവർക്കുണ്ടാക്കിയേക്കുന്ന ഒരു മാന്യതയുടെ ഒരു രൂപമുണ്ട്. അതിനല്ലാത്ത വസ്ത്രം ആരെല്ലാം ഇട്ട് കഴിഞ്ഞാൽ അവരെ പോയി എന്തും ചെയ്യാം, അതിന് ഒരു കുഴപ്പമില്ല. കാര്യം അവളുടെ ഡ്രസ്സിൻ്റെ കുഴപ്പമാണെന്നാണ് എല്ലാം പറയുന്നത്. അപ്പം ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ, സംസാരിക്കാൻ പോലും ആവാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ, ജനിച്ചു വീണ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും ഇല്ലാണ്ടാക്കുന്ന കുറേ മൈത്താണ്ടികളുണ്ട്. അപ്പം അതെന്ത് വസ്ത്രധാരണത്തിൻ്റെ പുറത്താണ് ഇവന്മാർ ചെയ്യുന്നത് അല്ലേ? അപ്പം ഇപ്പം ഇവിടെ നേരെ ഇവർ പറയുന്നത് ഇങ്ങനെ സ്ത്രീകൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പം അത് അവരങ്ങനെ വസ്ത്രം ധരിക്കുന്നതിൻ്റെ കുഴപ്പമാണ്, ഇതുപോലുള്ള പുന്നാര മക്കൾ സമൂഹത്തിലുള്ളതിൻ്റെ കുഴപ്പമാണോ? ഇവർ പറയുമ്പോഴത്തേക്കിന് ഇവരെ എടുത്ത് പറയേണ്ട വിഷയം എന്താണ്? ഇവിടെ ഇങ്ങനെയുള്ളവന്മാർ ഒരാളുടെ സ്വാതന്ത്ര്യത്തിൽ കടന്നാക്രമിച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കിന് ഇത് ഇവന്മാർക്ക് നിയമത്തെ പേടിയില്ലാത്തതുകൊണ്ടല്ല, പേടിപ്പിക്കുന്ന തരത്തിലുള്ള നിയമം നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതാണ് യഥാർത്ഥ പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കാൻ ഇവറ്റകളെ പോലുള്ള തലച്ചോറിന് പകരം പൊതിച്ചോറ് എടുത്ത് വെച്ചേക്കുന്ന ടീംസിന് മനസ്സിലാവത്തില്ല. സോറി, ഞാൻ കുറച്ച് ഇതായി പോകുന്നുണ്ട്, ടെമ്പർ കയറുന്നുണ്ട്, വേറെ ഒന്നുമല്ല. കഴിഞ്ഞ കമന്റ് ബോക്സ് കണ്ടതും പിന്നെ ഇങ്ങനത്തെ ഒരു വിഷയം ആയതുകൊണ്ടാണ് ഇങ്ങനെ കയറി പോകുന്നത്. സോറി ഗൈസ്. എന്താണെങ്കിൽ ഇതിന് ശേഷം ദിയാസന ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു, നമുക്കിനി അതുകൂടെ ഒന്ന് കാണാം. ഹലോ ഗൈസ്, അതെ, ഞാനിപ്പോ ദയാ സുജിത്തിന്റെ വിഷയം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജെൻസീസിന്റെ ഇടയിലെ ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള, ഭയങ്കര ചാമിങ് ആയിട്ടുള്ള, ഭയങ്കരമായി ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് എനിക്ക് ദയാ സുജിത്ത് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇൻഫ്ലുവൻസറാണ്. സോ ആ കുട്ടിയെ 2 ദിവസം മുമ്പേ ഈ ഷഫീന ബീവി എന്ന് പറയുന്ന ലേഡി അവള്
വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു. ഞാൻ ഈ ഷെഫീന ബീവിനെ പറ്റിയിട്ട് പറയേണ്ടതില്ല എന്ന് നിങ്ങൾക്കറിയാം, കാരണം ഞാൻ പലവർക്ക് സംസാരിക്കുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ജെൻസീസിൻ്റെ ഇടയിൽ പിള്ളേർ, പുതിയ കുട്ടികളൊക്കെ ഇപ്പോഴാണ് ഈ ഒരു ഡുണ്ടുമോൾ KPP കാണുന്നത്. സോ അവളെ പറ്റിയിട്ട് ചെറിയ കുറച്ച് വിവരണങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇന്ന് ഇവിടെ വന്നിരുന്ന മറ്റേ കവലപ്രസംഗം നടത്തുന്നുണ്ടല്ലോ, അവള് വലിയ കുലയാണ്, മറ്റേതാണ് മറിച്ചതാണെന്ന്. എൻ്റെ പൊന്നു മകളെ, 2019 സമയത്ത് ഇവളുടെ ന്യൂഡിറ്റി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവള് പല ആളുകൾക്കും അയച്ചു കൊടുത്തത് ഒരുപാട് ഇടങ്ങളിൽ പബ്ലിഷ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവൾ ഇതിന്റെ പേരിൽ ഇനി എന്ത് കാര്യങ്ങൾ എനിക്കെതിരെ സംസാരിച്ചാലും ഞങ്ങളൊക്കെ കണ്ടതാണ്. ഇവളുടെ ന്യൂഡിറ്റി അത് ഇവള് വിറ്റ് കാശാക്കിക്കൊണ്ടുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. എങ്ങനെയാണ് ഈ സ്ത്രീക്ക് ഒരു ബോൾഡ് മോഡലിംഗ് പിക്ചർ കണ്ടിട്ട് ഇത്രമാത്രം സ്ലെറ്റ് ഷെയ്മിങ്ങും ബോഡി ഷെയ്മിങ്ങും അതുപോലെ വേശ്യ എന്നുള്ള പ്രയോഗവും നടത്താൻ സാധിക്കുന്നത്? ആദ്യം അവള് പോയിട്ട് അവൾ ചെയ്ത വൃത്തികേടിനെ മറയ്ക്കാനും അവളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനും വേണ്ടിയിട്ടാണ് കേരളത്തിൽ അത്യാവശ്യം അറിയുന്ന ആളുകൾക്ക്, എന്താ പറയുക, കുറച്ചെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ടിംഗ് ഒക്കെ ഉള്ള ആളുകളെ നോക്കി ഈ സ്ത്രീ അറ്റാക്ക് ചെയ്യുന്നത്. പൊതുവേ ഇവർക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഇവർക്ക് ഇതിൽ നിന്ന് സീരിയസ്ലി പറയട്ടെ, വലിയ തോതിലുള്ള ഒരു ഓർഗാസം സംഭവിക്കുന്നുണ്ട്. ഒരേ ഇരിപ്പിരിക്കും. 3 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. 3 പേരെ കൊന്നിട്ട് വിധവാ പെൻഷൻ വാങ്ങിക്കുന്ന ഒരുത്തിയാണ് അവള്. ഒന്ന്. രണ്ടാമത്തേത് ദുബായില് പിമ്പായിരുന്നു, വലിയൊരു പിമ്പായിരുന്നു. ആ പിമ്പിനെ അവിടെ നിന്ന് ബാൻ ചെയ്താണ് വിട്ടിരിക്കുന്നത്. ദുബായിൽ ഇനി തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഇവരുടെ മൂത്ത മകനാണ് ഇവർക്ക് വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത്. പല ആളുകളുടെയും യൂട്യൂബ് ചാനലുകളിലും മറ്റൊക്കെ ഇവരെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പല ഇടങ്ങളിലുണ്ട്. ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ PM-ൽ വന്നു കഴിഞ്ഞാൽ ഞാൻ വളരെ കൃത്യമായിട്ട് ഇവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് തരാം. 3 ദിവസമായിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്. പലർക്കും അറിഞ്ഞൂടാതെ മനസ്സിലായി. സോ ദാറ്റ്സ് വൈ കുട്ടികളൊക്കെ ഇടപെട്ട് തുടങ്ങി, കുട്ടികളൊക്കെ പ്രതികരിക്കാൻ തുടങ്ങി. എനിക്കത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ വളരെ മോശപ്പെട്ടതാണെന്നും വളരെ വൃത്തികെട്ട രീതിയിലുള്ളതാണെന്നുള്ളതും എനിക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും നല്ല ഒരു ബോൾഡ് ഫോട്ടോഷൂട്ട് കണ്ടിട്ട് വളരെ വൃത്തികെട്ട രീതിയിൽ ആ കുട്ടിയെ ഷെയിം ചെയ്യാൻ ഇവൾ ആരാണെന്നുള്ളതാണ്. ഈ സ്ത്രീക്ക് ശരിക്കും സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണ് ഈ സ്ത്രീക്ക് ഉള്ളത്. ഈ സ്ത്രീ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഇവർ ഭയങ്കര ദീർഘനിശ്വാസങ്ങൾ എടുക്കും. ഈ ദീർഘനിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക്. പക്ഷെ എനിക്കിത് ഇവിടെ പറയേണ്ടി വന്നത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് കൊണ്ടിട്ടാണ് ഞാൻ ഈ സ്ത്രീയെ പറ്റിയിട്ടുള്ള കുറച്ച് വിവരണങ്ങൾ ഞാൻ തന്നത്. നിങ്ങൾക്കറിയോ, ഇവർക്കെതിരെ ഒരുപാട് വട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതികൾ കൊടുത്തു. പോലീസുകാർക്ക് FIR ഇടാനുള്ള ഇതിനകത്ത് കാര്യങ്ങളില്ല എന്നുള്ള രീതിയിൽ പലപ്പോഴും പല കേസുകളെയും ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. നിലവിലെ ഈ റീസെന്റ് 6 മാസത്തെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 68ഓളം കേസുകൾ കേരള സൈബർ പോലീസ് സ്റ്റേഷന്റെ അകത്തുണ്ട്. അതൊന്നും FIR ആയിട്ടില്ല. നിലവിൽ എന്റെ അറിവിൽ തന്നെ ഉള്ള ഏകദേശം 8 കേസുകളോളം FIR ഉള്ളതാണ്. ക്രൈം ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇവർ. 2018 മുസ്ലിംസിന് അഗൈൻസ്റ്റ് സംസാരിച്ച് ഇവരുടെ അക്കൗണ്ട് പൂട്ടി. അതിനുശേഷം 2020 ഇവരുടെ അക്കൗണ്ട് പൂട്ടി. ഇതുപോലെ കാട്ടവരാതം പറഞ്ഞിട്ട് അവരുടെ അക്കൗണ്ട് പൂട്ടി. അതിനുശേഷം എനിക്ക് തോന്നുന്നു 2022 എന്തോ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. ലാസ്റ്റ് നമ്മുടെ ജാസ്മിൻ ജാഫറിന് വളരെ മോശപ്പെട്ട രീതിയിൽ വൃത്തികേട് പറഞ്ഞു. അവളെ പല ആണുങ്ങളുടെ കൂടെയും വൃത്തികേട് പറഞ്ഞു ഒക്കെ. എനിക്കറിയില്ല, ആ കുട്ടി അങ്ങ് മാനസികമായിട്ട് തകർത്ത് ആ കുട്ടി ഒറ്റയ്ക്ക് തന്നെ പോയി ഫൈറ്റ് ചെയ്ത് നമ്മുടെ കമ്മീഷണർ ഓഫീസിൽ പോയി FIR ഇട്ട് അവളുടെ മറ്റേ ലാപ്ടോപ്പും ഫോണും സ്റ്റാൻഡും എല്ലാം ഒക്കെ പിടിച്ച് വെച്ച് അവർക്കെതിരെ FIR ഇട്ടു. ലാസ്റ്റ് നടക്കുന്ന സംഭവം അതാണ്. അത് ഈ പറഞ്ഞ കിക്കിലുള്ള എല്ലാ ആൾക്കാരും കൂടെ ചേർന്ന് നിന്നിട്ട് ഇവളുടെ അക്കൗണ്ടിനെ പൊട്ടിച്ചു. അത് കഴിഞ്ഞ് പുതുതായിട്ടുണ്ടാക്കിയ അക്കൗണ്ടാണ് ഈ അക്കൗണ്ട്. ഈ അക്കൗണ്ടിലൂടെ നിങ്ങളിപ്പം ഇന്ന് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പ്രിവിലേജ് ആയിട്ടുള്ള ആളുകളെ പറ്റിയിട്ട് പലതും പറയും. ആ പലതും പറയുന്ന സമയത്ത് ആ മനുഷ്യരെല്ലാവരും ഇവളുടെ അടുത്തേക്ക് പോകും. ഇവളുടെ അടുത്ത് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളടുത്ത് എന്നിട്ട് പറയും, അയ്യോ നിങ്ങൾ ഇങ്ങനെ ഇതിനെ പറ്റിയിട്ട് വീഡിയോ ഇടരുത് എന്ന് ഷെഫീന ബീവിയോട് പറയുമ്പോൾ ഇവളെന്ത് ചെയ്യും, ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് പൈസ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ലക്ഷങ്ങൾ തട്ടിയെടുക്കും. നാണക്കേടും കരുതിയിട്ട് കുടുംബത്തിനകത്തിരിക്കുന്ന വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് കള്ളക്കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഇവരാകെ ടെൻസ്ഡ് ആയിട്ട് ഇവർക്ക് ലക്ഷങ്ങൾ കൊടുക്കുകയും ചെയ്യും. ഇന്ന് ഈ മഞ്ജുചേച്ചിയുടെ മകൾ അല്ലെ ഈ ദയന പോലും ഇത് പറയുന്നത് ഇവരായിട്ട് ഫോൺ ചെയ്യുക, എന്നിട്ട് അതിനുശേഷം അവർ ബ്ലാക്ക്മെയിൽ ചെയ്യുക, ആ ബാർഗയിൽ കാശ് കൊടുക്കുക. ഇത് പക്ഷേ എന്തിൻ്റെ പേരിലാണെന്ന് പറഞ്ഞാൽ പോലും ആ വീഡിയോക്കകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ, എന്നിട്ട് പറയുന്നത് എഡ്യൂക്കേഷനെ പറ്റിയിട്ടാണ്, കുട്ടികൾക്ക് എഡ്യൂക്കേഷനാണ് കൊടുക്കണേന്നുള്ളത്. അവർ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ആർക്കാണ് എഡ്യൂക്കേഷൻ കൊടുക്കണേന്നുള്ളത്. എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്നവർ ഇത് വർത്താനം കേൾക്കുമ്പോഴാണ് എനിക്ക് പിന്നെയും പൊളിയുന്നത്. സീരിയസ്ലി ഗൈസ്, ഇപ്പോഴും ഇങ്ങനെയുള്ള കുറേ മുതുവാണങ്ങൾ കിടപ്പുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇവരെയൊക്കെ ഉണ്ടല്ലോ ഒരു സൈഡിൽ കൂടെ അങ്ങോട്ട് നിർത്തിയിട്ട് റോളർ കയറ്റി അങ്ങോട്ട് ഇറക്കണം. ഒരാളുടെ വസ്ത്രസ്വാതന്ത്ര്യം വന്നിട്ട് തീരുമാനിക്കുന്ന ഇവരാണ്. എന്തുവാടേ പറയാനുള്ളത്? ബാക്കി കേൾക്കാം. ഇത് കൃത്യമായിട്ട് അറിയിക്കേണ്ട ആളുകൾ അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിന്മേലുള്ള ഫർദർ മുന്നോട്ട് പോകുന്നിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും ബാക്കി കാര്യങ്ങൾ മനസ്സിലാകും. കൂടുതൽ കാര്യങ്ങളെ പറ്റിയിട്ട് പറയാനുള്ളതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളും ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് വിശദമായിട്ട് അറിയും. കൃത്യമായിട്ട് ഇവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് ഈ സ്ത്രീയെ ഇരിക്കും. ഇവര് കാലിന് സ്വാധീനമില്ല എന്ന് പറഞ്ഞ് വികലാംഗയാണെന്ന് പറഞ്ഞാണ് സൈബർ പോലീസ് സ്റ്റേഷനിലുള്ള ആളുകളെ വിരട്ടുന്നത്. എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല, കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ചോദിക്കും എവിടെയാണുള്ളത്, അത് പറയാൻ പറ്റത്തില്ല, നിങ്ങൾ വന്ന് എന്നെ വല്ലതും ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ
സൈബർ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്ന പോലീസുകാരെ ചീത്ത പറയുകയും ചെയ്യും. ഇത് അവരുടെ കയ്യിൽ റെക്കോർഡിങ്ങിൽ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഷീസ് വലിയ രീതിയിലുള്ള നാർസിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതൊരു വിഷമാണ്. ഇത് ഈ സാമൂഹ്യ വിപത്തായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരുത്തിയാണിത്. ഇതിന്റെ മാനസിക വൈകൃതമുള്ള ഒരു സ്ത്രീയാണ്. സെക്ഷുവൽ ഫ്രസ്ട്രേഷൻ മൂത്ത് ഇത്തരത്തിൽ സ്ത്രീകളെ പറ്റിയിട്ട് മറ്റുള്ളവരെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിട്ട് സ്വമേധയാ ഓർഗാസം ഉണ്ടാക്കുന്ന ഒരു സ്ത്രീ. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം. ഞാനിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ എനിക്ക് കുറേ അധികം പറയണമെന്നുണ്ട് നിങ്ങൾക്ക്. സോ എന്താണെങ്കിലും ഞാൻ ഇപ്പം ആ ഉണ്ണി ബ്ലോഗ്സ് അതിനകത്ത് അവർ തന്നെ പറയുന്നുണ്ട്, ഇപ്പം ഇങ്ങനൊരു ലേഡിയുടെ അടുത്ത് സംസാരിക്കാൻ പോലും, ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ പോലും അവർക്ക് താല്പര്യമില്ല. കാര്യം ഇങ്ങനെ ഒരു ലാംഗ്വേജ് ഒക്കെ പറയുന്ന ആൾക്കാരുടെ അടുത്ത് എങ്ങനെ സംസാരിക്കാനാണ്? ഇത് പറയുമ്പോൾ വേറൊരു ലേഡിയും കൂടെ വീഡിയോ കണ്ടിട്ടുണ്ട്, ഞാൻ അതുകൂടി ഇങ്ങോട്ട് വെക്കാം. ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഒരു കോണ്ടന്റ് ചെയ്യുന്ന വ്യക്തിനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ല. ഇത്രയും വൃത്തികെട്ട രീതിയിൽ സ്ത്രീകളെ പോർട്രേ ചെയ്ത് സംസാരിക്കുന്ന വ്യക്തി ഷഫീന ബീവി. കഴിഞ്ഞ ദിവസം മഞ്ജുപിള്ളയുടെ മോൾ ദയയെ കുറിച്ചുള്ള ഒരു വീഡിയോ. ഞാൻ അത് ഷോർട്ട് ക്ലിപ്സ് ആണ് കണ്ടത്. ആൻഡ് ഇന്നാണ് എനിക്ക് ആ വീഡിയോ ഫുൾ ആയിട്ട് കാണാനുള്ള ഒരു ടൈം കിട്ടിയത്. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ തള്ളാൻ എന്റെ കൺമുമ്പിൽ കിട്ടിയത് ഞാൻ വലിച്ചു കീറിയത്. അത്രയും മോശമായിട്ടുള്ള രീതിയിലാണ് ഇവർ ആ വ്യക്തിനെ പോർട്രേ ചെയ്തേക്കുന്നത്. അതിന്റെ ആവശ്യം എന്താണ്? ഇവർ അതിനകത്ത് പറയുന്ന കുറച്ച് കോണ്ടന്റുകളുണ്ട്. ഫെമിനിസം, പണ്ട് നടന്ന മാറുമറക്കൽ സമരം, സെക്ഷൽ ലൈഫ്, ഇതിനെപ്പറ്റി ഒന്നും വിവരം ഈ കുറച്ച് പണ്ടെങ്ങോ ബുക്കി പഠിച്ച കുറെ സമരങ്ങൾ മാത്രം വെച്ചല്ല ഒരു കോണ്ടന്റിനെ പറ്റി സംസാരിക്കാനുള്ളത്. അതിൽ അവർ സെക്ഷൽ ലൈഫിനെ പറ്റി പറയുന്നുണ്ട്. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വളരെ പ്രൈവറ്റ് ആയിട്ട് വളരെ റെസ്പെക്ട് ആയിട്ട് നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യം. അതിൽ അവർ വളരെ വൃത്തികെട്ട ഒരു ടേം യൂസ് ചെയ്ത് വരെ അതിനകത്ത് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത് പുറത്തേക്ക് കൊടുക്കുന്ന ഒരു ഔട്ട്പുട്ട് ആണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഇത് പോർട്രേ ചെയ്ത് സംസാരിക്കാനായിട്ട് നിങ്ങളൊരു സ്ത്രീയല്ലേ? ഈ പറയുന്ന പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട്. അത്രയും മുട്ടി നിൽക്കുകയാണെങ്കിൽ അവൾ പുറത്തിറങ്ങട്ടെ, ആളുകൾ പിടിക്കട്ടെ, ആണുങ്ങൾ പിടിക്കട്ടെ. എന്റെ നാട്ടിലും എനിക്കറിയാവുന്ന ആണുങ്ങളൊന്നും ഇതുപോലെ പെൺകുട്ടികൾ പുറത്തിറങ്ങി നടന്നോടെ പിടിക്കാൻ നിൽക്കുന്നില്ല. നിങ്ങളുടെ വീട്ടിലുള്ള ആണുങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ അതൊന്നും നമുക്കറിയുന്ന കാര്യമല്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് നാട്ടിലുള്ള എല്ലാ ആണുങ്ങളും ഇങ്ങനെയാണ്. പെണ്ണുങ്ങൾ ഈ പറയുന്നത് പോലെ കുറച്ച് എക്സ്പോസ് ചെയ്ത് വസ്ത്രം ധരിച്ച ഉടനെ കയറി പിടിക്കും എന്നുള്ളത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. പിന്നെ നിങ്ങൾ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു നിങ്ങളാണ് ഫസ്റ്റ് നാട്ടിൽ സൈക്കിൾ ഓടിച്ചത്, ഫസ്റ്റ് ചുരിദാർ ഇട്ടത്, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിങ്ങളുടെ അമ്മയ്ക്കാണ് ആദ്യമായിട്ട് ജോലി കിട്ടിയത് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വിവരം എന്താണെന്നറിയോ? നിങ്ങൾക്ക് വിവരം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഫാഷൻ ഇൻഡസ്ട്രിയും മോഡലിനെ പറ്റിയും വ്യക്തമായി ധാരണ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ ഫോട്ടോ റിയാക്ട് ചെയ്യത്തില്ലായിരുന്നു. ആ കുട്ടി അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്തു, അതൊരു മോഡലിംഗിന്റെ പാർട്ടാണ്. അതിന് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ലോകത്തുള്ള എല്ലാ മോഡലിംഗ് ഫീൽഡിലുള്ള ആൾക്കാരുടെ പ്രൊഫൈൽ എടുത്ത് വെച്ച് നീ തുണിയില്ലാതെ നിൽക്കുന്നു, നിന്റെ വീട്ടുകാർ മറ്റതാണ്, നിന്റെ തന്ത എങ്ങനെയാണോ, നിന്റെ തള്ള എങ്ങനെയാണോ, നിങ്ങൾക്ക് അതിനെ സമയം കാണത്തുള്ളൂ. ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ പ്രായത്തിലുള്ള ഒത്തിരി നല്ല സ്ത്രീകൾ കാണും, മനസ്സിലായില്ലേ? നിങ്ങൾ അത്യാവശ്യം നല്ല പ്രായം കാണുമല്ലോ. അപ്പോൾ ഈ പ്രായത്തിലുള്ള നിങ്ങൾ സ്ത്രീകൾ ഈ പറയുന്നത് പോലെ റിലീജിയസ് ആയിട്ട് ഖുർആനൊക്കെ വായിച്ചിരിക്കുന്നവരൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് പറ്റിയ പണി അതാണ്. നിങ്ങൾ ദേവി ഇത് ബാക്കിയുള്ളവരെ പുറത്തോട്ട് വന്നിരുന്നിട്ട് ഈ പറയുന്നത് പോലെ അപരാധം പറയാനായിട്ട് നിൽക്കരുത്. വെറുതെ എന്തിനാ വീട്ടിൽ ഇരിക്കുന്നവരെ ചീത്തവിളി നിങ്ങൾ കേൾപ്പിക്കുന്നത്? ലൈക്ക് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള സംസാരിച്ചിരുന്ന സ്ത്രീ എന്ന് വെച്ചാൽ നിങ്ങൾ പ്രാന്താണോ? നിങ്ങൾക്ക് വിവരമില്ലായ്മയാണോ? ദൈവം നിങ്ങൾക്ക് നത്തിപ്പോണം, അല്ലെങ്കിൽ നിങ്ങളെ നാട്ടുകാരെല്ലാവരും കൂടെ അടിച്ചു കൊല്ലും എന്നാ തോന്നുന്നത്. ഇത് ഇവരുടെ ഫ്രസ്ട്രേഷനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാര്യം ഒരു ബോയ് എന്ന നിലയിൽ അത് കേട്ടിട്ട് നമുക്ക് തന്നെ നല്ല രീതിയിൽ പൊളിഞ്ഞ് അതിനകത്ത് പറയുന്ന വർത്താനങ്ങൾ കേട്ടിട്ട് അപ്പോൾ പിന്നെ ഇവരുടെ കാര്യം പിന്നെ പറയണം. പിന്നെ അതിനകത്തിൽ എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നിയിരിക്കുന്ന വേറൊരു സാധനം ഉണ്ടായിരുന്നു പുള്ളിക്കാരുടെ വീഡിയോയ്ക്കകത്ത്. ഇവർ അതിനകത്ത് പറയുന്നുണ്ട്, എന്താ ഞങ്ങളുടെയൊക്കെ കാലത്ത് 16 പ്രസവം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഭർത്താവിൻ്റെ മുഖം പോലും ഭാര്യമാർ നേരെ കാണുക എന്നുള്ളത്. അല്ല, ഈ 16 പ്രസവം ഇത് എത്രയൊക്കെ നടക്കണമെന്നുണ്ടെങ്കിലേ മുഖം കാണാതെ എങ്ങനെയാണ്? അവരുടെ കാലത്ത് അവർ അത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ വളർന്നിട്ടുണ്ടായിരിക്കും. അവരുടെ ചുറ്റുപാട് അങ്ങനെ ആയിരിക്കുക. ഇപ്പോഴും ആൾക്കാർ അങ്ങനെ തുടരണോ എന്നാൽ അവരുണ്ടാക്കി വെച്ചേക്കുന്ന കുറച്ച് അതിർവരമ്പുകളുണ്ട്. അത് മാത്രമാണ് ഫ്രീഡം, അത് മാത്രമാണ് ഫെമിനിസം. അതിനപ്പുറത്തോട്ട് വേറെ ആരും ചെയ്യാൻ പാടില്ല. എന്തുവാടേ ഇത് ഇതിൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് നീയൊക്കെ പറ ഷെഫീന ബീബി പറഞ്ഞതാണ് ശരി, ഷെഫീന ബീബി പറഞ്ഞത് മാത്രമാണ് ശരി എന്ന് പറ. അപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. അതായത് നിങ്ങൾ ഇപ്പോഴും പറയുന്നത്, അതായത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്, ഒരു സ്ത്രീക്ക് നിങ്ങളുടെ കണ്ണിൽ മാന്യമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അവരുടെ വസ്ത്രം മാന്യമല്ല തോന്നിക്കഴിഞ്ഞാൽ അവരെ കയറിയിട്ട് കടന്നാക്രമിച്ച് എന്തും ചെയ്തോളൂ, ഒരു കുഴപ്പവുമില്ല. അത് നിയമത്തിന് മുന്നിൽ പോലും പ്രശ്നമല്ല, അത് അവൻ്റെ പ്രശ്നമല്ല അവളുടെ പ്രശ്നമാണ് എന്നുള്ളത് പറയുന്ന ആ ഒരു മൈൻഡ് സെറ്റ് ആണല്ലോ. അപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ മക്കൾ, ആൺമക്കളുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ഇതുപോലെ വസ്ത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോകുമോ, ഒരു അബദ്ധത്തിൽ വല്ലോ നിങ്ങളെ ആ ഒരു സാഹചര്യത്തിൽ വല്ല കാണേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അവർ കയറിയിട്ട് എന്തും ചെയ്തോട്ടെ എന്നുള്ള ലൈസൻസ് നിങ്ങൾ അവർക്ക് കൊടുക്കുകയാണോ? എന്ത് മൈൻഡ് സെറ്റ് ആണോ നിങ്ങളുടെയൊക്കെ? എന്ത് പുഴുക്കുത്തുകളാണ് നീയൊക്കെ? ഇനിയുണ്ടല്ലോ നല്ല പൊളിയേറെ വരുന്നുണ്ട്. കൂടുതലായിട്ട് ഞാനൊന്നും പറയാനില്ല. ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ള തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ പറയാം. പിന്നെ ഇത് 2026 ഇതിലോട്ട് ഇങ്ങോട്ടേക്ക് വണ്ടി പിടിച്ച് നിങ്ങൾ വരാനെ കൊണ്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും മിണ്ടാതെ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു മൂലയിൽ പോയി കിടക്കുക. ഓക്കെ, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.